അധ്യാപകർക്ക് എഴുതണം 2 പരീക്ഷയും. 2025 സെപ്റ്റംബർ മാസം നടന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആദ്യത്തെ സ്പെഷ്യൽ സർവീസ് കേഡറ്റാണ് മെയ് മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സർവീസ് കേഡറ്റ് എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യണം? അവരുടെ പെൻ നമ്പർ, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ പരീക്ഷാ ഭവന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പെൻ നമ്പർ ഇല്ലാത്ത അധ്യാപകർ, അത് എയ്ഡഡ് സ്കൂളിൽ ആണെങ്കിൽ മാനേജറുടെ കയ്യിൽ നിന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ മാനേജറുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും, അതല്ലാത്തവർ എന്ത് ചെയ്യുക? ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ HMന്റെ കയ്യിൽ നിന്നും ഐഡന്റിഫിക്കേഷൻ നമ്പർ വാങ്ങുകയും ചെയ്യണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. നിങ്ങൾ സർവീസിലിരിക്കുന്ന അധ്യാപകരാണോ? 2026 ആദ്യ കേഡറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധ്യത ഉള്ളവരാണോ? എങ്കിലും 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന സർവീസ് കേഡറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. പിഴിയൽ കേഡറ്റ് വഴിയും എന്നൊരു ഹെഡിങ് ആണ്, സൈറ്റ് ബൈലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അധ്യാപകർക്ക് എഴുതണം 2 പരീക്ഷയും. 2026 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷ എഴുതിയവരും അത് ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുള്ളവരും എന്ത് ചെയ്യണം? മെയ്യിൽ നടക്കുന്ന സർവീസ് കേഡറ്റും എഴുതണം. എന്തുകൊണ്ടാണ് ആ സർവീസ് കേഡറ്റ് എഴുതേണ്ടി വരുന്നത്? നമ്മുടെ 2025 സെപ്റ്റംബർ മാസം നടന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആദ്യത്തെ സ്പെഷ്യൽ സർവീസ് കേഡറ്റാണ് മെയ് മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ട ക്രമീകരണങ്ങൾ പരീക്ഷാ ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ സർവീസ് കേഡറ്റ് എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യണം? അവരുടെ പെൻ നമ്പർ, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ പരീക്ഷാ ഭവന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പെൻ നമ്പർ ഇല്ലാത്ത അധ്യാപകർ, അത് എയ്ഡഡ് സ്കൂളിൽ ആണെങ്കിൽ മാനേജറുടെ കയ്യിൽ നിന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ മാനേജറുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും, അതല്ലാത്തവർ എന്ത് ചെയ്യുക? ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ HMന്റെ കയ്യിൽ നിന്നും ഐഡന്റിഫിക്കേഷൻ നമ്പർ വാങ്ങുകയും ചെയ്യണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. കേഡറ്റ് പരീക്ഷയിലൂടെ സർക്കാർ അധ്യാപകരെ പിഴിയുന്നു എന്നാണ് പറയുന്നത്. ഈ യോഗ്യത നേടാത്ത സർവീസിലുള്ള 2 പരീക്ഷയും എഴുതേണ്ട അവസ്ഥയെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പം മെയ് മാസമാണ് നമുക്ക് എന്ത് വരുന്നത്? കേഡറ്റ് വരുന്നത്. അപ്പം അതിൻ്റെ അപേക്ഷ ലൈവായിട്ട് നിൽക്കുന്ന സമയമാണ് 26-ാം തീയതി തൊട്ട് മെയ് 7-ാം തീയതി വരെയാണ് അതിന് അപേക്ഷിക്കാനുള്ള സമയം. അപ്പം ഈ അധ്യാപകർ, ഇൻ സർവീസിലിരിക്കുന്ന എല്ലാ അധ്യാപകരും കേഡറ്റ് ഇപ്പം ക്വാളിഫൈ ചെയ്യും എന്ന് പറഞ്ഞു നിൽക്കുന്നവരും, അതുപോലെ തന്നെ എന്താണ് ക്വാളിഫൈ ചെയ്യാത്തവരും വരുന്ന മെയ്യിലേക്കുള്ള എക്സാമിന് നിർബന്ധമായിട്ടും അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാൻ മാർക്ക് നേടിയവരുണ്ട് അല്ലേ? അവർക്ക് ഈ ഒരു സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ദയവ് ചെയ്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.